ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൃപാസനത്തിലൂടെ വീട്ടിലൊരു ദിവ്യ സക്രാരി എന്ന ആത്മീയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ആദ്യമേ തന്നെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ വായിക്കുക സക്കേവോസിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്ന യേശു തമ്പുരാനെ പറ്റിയാണ്. നമുക്കറിയാം, ഈ വചനം തുടങ്ങുമ്പോൾ അവൻ ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു എന്നാണ് തുടങ്ങുക. അവിടെ സക്കേവോസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു എന്നാണ് പറയുന്നത്. ചുങ്കക്കാരിൽ പ്രധാനി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ചുങ്കം പിരിക്കുന്നതിൽ പ്രമാണിയായിരുന്നു അവൻ. ഈ സക്കേവോസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ 2-3 വിശേഷണങ്ങൾ അവിടെയുണ്ട്. അവന് പൊക്കം കുറവായിരുന്നു. ഈ പൊക്കം കുറവായിരുന്നു എന്ന് പറയുന്നത് ഒരു കുറവായിട്ട് കാണുമ്പോൾ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. പൊക്കം കുറവായിരുന്നത് കൊണ്ട് ജനക്കൂട്ടത്തിൽ നിന്ന് യേശുവിനെ കാണുവാനായിട്ട് അവന് സാധിച്ചിരുന്നില്ല. അതിനാൽ അവൻ മുമ്പേ ഓടി എന്നാണ് വചനത്തിൽ എഴുതി വെക്കുക. അതങ്ങനെ പറയുമ്പോൾ മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ചുങ്കക്കാര് എല്ലാവരെയും യഹൂദ മതത്തിൽപ്പെട്ട ആൾക്കാർ പാപി എന്ന മുദ്ര കുത്തി മാറ്റിവെക്കപ്പെട്ടവൻ ആണ് എന്നും ഓർക്കണം. അപ്പം പാപികൾക്ക് ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുവാനുള്ള അവകാശമില്ല എന്ന ഒരു വസ്തുത കൂടി ആ ഭാഗത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള ഈ സക്കേവോസാണ് യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം അവനിലേക്ക് കടന്നു വരികയാണ്. അവൻ്റെ ആഗ്രഹം യേശുവിനെ ഒന്ന് കാണുക എന്നത് മാത്രമായിരുന്നു. യേശുവിനെ കാണുന്നതിന് വേണ്ടി അവൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹം യേശു കടന്നു പോകുന്ന വഴിയിൽ അവനെ എത്തിച്ചു എന്നുള്ളതാണ്. എന്നാൽ ജനക്കൂട്ടത്തിൽ നിന്ന് അവൻ ഓടിമാറുകയാണ്. ഓടിമാറി മുമ്പേ ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരിക്കുകയാണ്. ഈ സിക്കമൂർ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ഇലകൾ, വലിയ ഇലകളുള്ള ഒരു മരമാണ്. അപ്പോൾ അവൻ്റെ ഉദ്ദേശം അവന് യേശുവിനെ കാണണം, എന്നാൽ യേശു അവനെ കാണണ്ട എന്നാണ് അവൻ വിചാരിച്ചത്. കാരണം മറ്റൊന്നുമല്ല, അവൻ പാപിയാണ്. പരമപരിശുദ്ധനായ തമ്പുരാൻ്റെ മുമ്പിലേക്ക് കടന്നു വരുവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് അവന് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ സിക്കമൂർ മരത്തിൽ കയറി ഒളിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു ഒളിച്ചിരിപ്പ് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ചെടുക്കുന്ന ഒരു ഭാഗമുണ്ട്. തമ്പുരാൻ എല്ലാ ദിവസവും സൃഷ്ടികർമ്മത്തിന് ശേഷം ഈ ആദ്യ മാതാപിതാക്കളുടെ കൂടെ നടക്കുവാനായിട്ട്, ഉലാത്തുവാനായിട്ട് ഇറങ്ങി വരുന്ന നിമിഷങ്ങളുണ്ട്. ഒരു ദിവസം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ കാണുന്നില്ല. ഇവരെ വിളിക്കുന്നുണ്ട്, നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതും ഇതുമായിട്ട് ഒരു താരതമ്യമുണ്ട് കേട്ടോ. ഇവിടെയും കയറി ഒളിച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ പരമപരിശുദ്ധൻ്റെ മുമ്പിൽ നിൽക്കുവാനോ അവൻ്റെ മുഖത്തേക്ക് നോക്കുവാനോ യോഗ്യതയില്ല. താനൊരു പാപിയാണെന്നൊരു ബോധ്യം ഈ സക്കേവോസിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ മുമ്പേ ഓടി സിക്കമൂർ മരത്തിൽ കയറി ഇരിക്കുന്നത്. എന്നാൽ ഈ തമ്പുരാൻ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഈ തമ്പുരാൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും ഉള്ളങ്ങളും അറിയുന്നവനാണ് ഈ തമ്പുരാൻ. എൻ്റെ മനസ്സിലോ ഉള്ളങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ വരെ കൃത്യമായിട്ട് അറിയാമെന്ന് ഈ തമ്പുരാൻ ഈ സക്കേവോസിൻ്റെ മനസ്സറിയുന്നുണ്ട്. അവൻ എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എനിക്കവനെ കാണണം, എനിക്കവൻ്റെ ഭവനത്തിൽ പോകണം, അവനെ വീണ്ടെടുക്കണം. കാരണം എന്താണെന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്നവൻ അവൻ ഒരിക്കലും ആരെയും തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ സിക്കമൂർ മരത്തിൻ്റെ മുമ്പിൽ ചുവട്ടിൽ വന്നു കഴിയുമ്പോൾ വിളിച്ച് പറയുന്നത്, സക്കേവോസ് നീ വേഗം ഇറങ്ങി വരാനാണ് പറയുന്നത്, ഇന്ന് നിൻ്റെ ഭവനത്തിൽ എനിക്ക് വസിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്നവൻ അവൻ്റെ ഭവനത്തിലെത്തുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കണം, നമ്മൾ
ഈ സക്കേവോസെ, നീ വേഗം താഴെ ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്തൊക്കെയായിരിക്കാം? ഈ തമ്പുരാനെ എൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവൻ ചിന്തിച്ച് കാണും. താഴെ ഇറങ്ങി വന്നിട്ട് ഈ സക്കേവോസ് എന്തായിരിക്കാം ചെയ്തത്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ തമ്പുരാൻ്റെ കൂടെ അല്പദൂരം അവൻ്റെ ഭവനത്തിലേക്ക് നടന്നു എന്നുള്ളതാണ്. തമ്പുരാൻ്റെ കൂടെ നടക്കുന്നു എങ്കിൽ മാത്രമേ ഈ തമ്പുരാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കൂടെ നടന്നു കഴിഞ്ഞു, ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് പിന്നെ വചനഭാഗത്തിൽ വരുന്നുണ്ട്. ഇനി ചുങ്കം പിരിക്കുന്നവൻ അവരുടെ ഒരു നേതാവായിരുന്നു ഈ സക്കേവോസ് എന്നോർക്കണം. ഈ ചുങ്കം പിരിക്കുന്നവരുടെ നേതാവെന്ന് പറഞ്ഞാൽ റോമൻ ചക്രവർത്തി ഭരണാധികാരികളിൽ നിന്ന് ലേലത്തിൽ ചുങ്കപ്പുറകൾ പിടിച്ച് അത് മറ്റുള്ളവരെ ഏൽപ്പിച്ച് ചുങ്കം പിരിക്കുന്ന ഒരു കോൺട്രാക്ടർ എന്ന പദവിയിലേക്കാണ് ഇവൻ നിൽക്കുന്നത്. അതവൻ പ്രധാനിയായിരുന്നു എന്ന് പറയും, ധനികനുമായിരുന്നു. രണ്ട് വിശേഷണങ്ങൾ. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു, ധനികനായിരുന്നു. ധനികൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ള മനുഷ്യനാണ്. ചുങ്കക്കാരിൽ പ്രധാനിയും ധനികരുമായിരുന്ന ഈ സക്കേവോസ് ഈ തമ്പുരാനോടൊപ്പം നടക്കുകയാണ്. ഈ നടക്കുന്ന വേളയിൽ തമ്പുരാൻ്റെ കൂടെ നടക്കുകയാണ്. തമ്പുരാൻ്റെ കൂടെ നടക്കുമ്പോൾ അവന് മനസ്സിൽ വരുന്നത് മനസ്സിൽ പരിവർത്തനം വരികയാണ്. ഈ മനസ്സിൽ വരുന്ന പരിവർത്തനത്തിൻ്റെ പേരാണ് മനസാന്തരം. ഹല്ലേലൂയ. ഇതോർക്കണം നമ്മൾ. എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ വരേണ്ട ഒരു പരിവർത്തനം മറ്റൊന്നുമല്ല, അത് മാനസാന്തരമാണ്. ഈ മാനസാന്തരം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സക്കേവോസ് കടന്നു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ യഹൂദരുടെ ക്രമം അനുസരിച്ച്, അവരുടെ മതഭക്തരുടെ പ്രത്യേക ശ്രദ്ധ അനുസരിച്ച്, അല്ലെങ്കിൽ ഫരീസയ മനോഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ നിയമജ്ഞരുടെയും പ്രമാണികന്മാരുടെയും മുമ്പിൽ പാപിയായിരുന്ന ഈ സക്കേവോസ് ഭവനത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവൻ എഴുന്നേൽക്കുകയാണ്. അവൻ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ആരുടെയെങ്കിലും അന്യായമായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരികെ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓർക്കണം, നമ്മൾ ഈ മാനസാന്തരത്തിൻ്റെ പാതയിലൂടെ കടന്നു വരുന്നവർക്ക് ഒരു പങ്കുവെക്കൽ അവിടെ വരികയാണ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമൊന്നും, ലേവ്യരുടെ പുസ്തകമൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഈ നേടിയെടുത്തതിൻ്റെ കൂടെ 5-1 കൂടി കൊടുത്തേച്ചാൽ മതി. അതാണ് പഴയ നിയമ പശ്ചാത്തലം. ആരെങ്കിലും മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി 4 ഇരട്ടി കൊടുക്കേണ്ടത്. ഇവിടെ 4 ഇരട്ടി ദരിദ്രർക്ക് കൊടുക്കുന്നു. ഉള്ളതിൻ്റെ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനായിട്ട് സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആരുടെയെങ്കിലും അന്യായമായി നേടിയെടുത്തിന് അവർ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുകയാണ്. അവിടെ ഒരു എഴുന്നേൽപ്പ് നടക്കും. അവൻ എഴുന്നേറ്റാ പറയുന്നത്. ഈ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പിന് ശ്രമിക്കേണ്ടവരാണ്. എന്തുവാണ് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ? ഈ എഴുന്നേൽപ്പിനെ പറ്റി പറയുമ്പോൾ ലൂക്കയുടെ സുവിശേഷം തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 15-ാം അധ്യായത്തിലേക്ക് വരണം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നഷ്ടപ്പെട്ടു പോയതിനെപ്പറ്റി പറയുന്ന ഉപമകളാണ് മുഴുവൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധൂർത്തുപുത്രൻ്റെ ഉപമയിലൂടെ ഒന്ന് കടന്നു പോകണം നമ്മൾ. ഈ ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ എന്താ സംഭവിക്കുന്നത്? തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് എല്ലാം ചോദിച്ച് കണക്ക് വാങ്ങി പിരിഞ്ഞു പോകുന്ന പുത്രൻ, ധൂർത്തുപുത്രൻ. ഇവൻ പോയി എല്ലാം വിറ്റ് നശിപ്പിച്ച് അവസാനം ചെന്നെത്തുന്നത് പന്നിക്കുഴിയിലാണ്. പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും ഭക്ഷണമായി സ്വീകരിച്ച് കഴിയാമെന്ന മോഹത്തിലാണ് അവൻ പന്നിക്കൂട്ടിലെത്തുക. പന്നിക്കൂട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ആൾക്കാർ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് കഴിയുന്നു, എനിക്കിവിടെ പട്ടിണിയും പരിവട്ടവുമായിട്ട് തവിട് പോലും ലഭിക്കാതെ കഴിയുന്നു. അപ്പോൾ ഈ ധൂർത്തുപുത്രൻ പറയുന്നുണ്ട്, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ആ എഴുന്നേൽപ്പും ഈ എഴുന്നേൽപ്പും തമ്മിലും ബന്ധമുണ്ട്. സക്കേവോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഞാൻ ആരുടെയെങ്കിലും 4 ഇരട്ടിയായി തിരികെ കൊടുക്കുമെന്ന് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കണം. ഈ ധൂർത്തുപുത്രൻ്റെ ഉപമയിലും പറയുന്ന, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകും. ചെന്നിട്ട് പറയും, പിതാവേ, അങ്ങേക്കും സ്വർഗത്തിനുമെതിരെ ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് വിളിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ സക്കേവോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്.
എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരികെ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 4 ഇരട്ടി തിരികെ കൊടുക്കുക എന്ന് പറയും, ഞാൻ പറഞ്ഞു, പഴയ നിയമ പശ്ചാത്തലത്തിൽ കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് ഉപരിയാണ് കൊടുത്തേക്കുന്നത്. ഇനിയും മുന്നോട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ സക്കേവോസ് ധനികനായിരുന്നു. സുവിശേഷത്തിൽ ധനികന്മാരെ പറ്റി പറയുന്ന ഒരുപാട് പല ധനവാന്മാരെ പറ്റി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എന്നാൽ മത്തായിയുടെ ലൂക്കയുടെ സുവിശേഷം തന്നെ 18-ാം അധ്യായത്തിൽ വേറൊരു ധനികനായ മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. ഈ ധനികനായ മനുഷ്യൻ്റെ പ്രത്യേകത, അവനൊരു അധികാരിയായിരുന്നു എന്നാണ് പറയുന്നത്. അധികാരി എന്ന് പറഞ്ഞാൽ അധികാരം കൈയാളുന്നവളാണ്. അധികാരം കൈയാളുന്ന ഒരു വ്യക്തി ആണ് അധികാരി. ഒരു അധികാരിയാണ് യേശുവിൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു, നല്ലവനായ ഗുരു എന്നാണ് വിളിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? നല്ലവൻ ഒരുവനേ ഉള്ളൂ, ദൈവമല്ലാതെ മറ്റൊരു നല്ലവനില്ല എന്ന് പറയുന്നത്, മറ്റാരുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവനറിയാം യേശു ദൈവമാണെന്നറിയാം. അതുകൊണ്ടാണ് ഈ നല്ലവൻ എന്ന് തന്നെ വിളിച്ചത്, നല്ലവനായ ഗുരു എന്നാണ് വിളിച്ചത്. അപ്പം ഈ ധനവാൻ വന്ന് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാകുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഈ നിത്യജീവൻ അവകാശപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഓരോ ക്രൈസ്തവൻ്റെ ലക്ഷ്യവും. അപ്പോൾ ഈ നിത്യജീവനിലേക്കുള്ള ഒരു യാത്രയിലാണല്ലോ ഞാനും നിങ്ങളും. ജനിക്കുന്ന നിമിഷം മുതൽ മരിക്കുന്ന ദിവസം വരെ നമ്മൾ ഈ നിത്യജീവൻ അവകാശമാക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നവരാണ്. അപ്പോൾ ഈ നിത്യജീവൻ അവകാശപ്പെടുത്തുന്നത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ ധനവാൻ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം തിരിച്ചു പറയുകയാണ്, നീ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ധനികനായ മനുഷ്യന് സന്തോഷമായി. കാരണം എന്താണെന്നറിയാമോ? വളരെ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യനാണ് അവൻ പ്രതീക്ഷിച്ചത്. കാരണം കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുന്നത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതൽ പ്രായോഗികമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അവൻ പറഞ്ഞു, അവൻ ചെറുപ്പം മുതൽ ഇതെല്ലാം പാലിക്കുന്നുണ്ട്, എല്ലാ കൽപ്പനകളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഇതൊരു സാധൂകരണം കൂടിയാണ്. ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ സാധൂകരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുറവുമില്ല എന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ ദൈവം തമ്പുരാൻ തിരിച്ചൊരു ചോദ്യം പറയുന്നുണ്ട്, എന്നാൽ നിനക്കൊരു കുറവുണ്ട്. ആ കുറവിനെ പറ്റി പറയുമ്പോഴാണ് പറയുന്നത്. അത് കേട്ടോ യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് 23-ാമത്തെ തിരുവചനം, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 23-ാം തിരുവചനമാണ് എന്നെയും നിങ്ങളെയും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ കൊണ്ടുവരേണ്ട. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു എന്നാണ് പറയുന്നത്. ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ വ്യസനത്തോടെ തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വ്യസനത്തിന് കാരണം മറ്റൊന്നുമല്ല, ഉള്ളത് ഒന്ന് വിട്ടുകൊടുക്കുവാനായിട്ടുള്ള മനസ്ഥിതി ഈ ധനികനില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ ഉപേക്ഷണമെന്ന് പറയുന്ന ഒരു കാര്യം അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ഉപേക്ഷണം സംഭവിച്ചു എങ്കിൽ മാത്രമേ, വിട്ടുകൊടുത്തു എങ്കിൽ മാത്രമേ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ ദൈവം തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നതും മറ്റൊന്നുമല്ല, ഇതൊക്കെ തന്നെയാണ്. ധനവാനും ലാസറിനെയും പറ്റി പറയുമ്പോൾ ഈ ധനവാന്റെ പേര് എന്താണെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ലാസറിൻ്റെ പേര് കൃത്യമായിട്ട് ലാസർ എന്ന് പറയുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഈ ധനവാനും ലാസറിൻ്റെ അവസ്ഥയെപ്പറ്റി വിവരിക്കുമ്പോൾ പറയുന്നുണ്ട്, ധനവാൻ മരിച്ചു, നരകാഗ്നിയിലേക്ക് പോകുന്നു, ലാസർ മരിച്ചു, അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് പോകുന്നു എന്നാണ് വചനത്തിൽ പറഞ്ഞു വെക്കുക. വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ഈ ലാസറിൻ്റെ പേര് കൃത്യമായിട്ട് അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് വേണ്ടത് നമുക്കൊരു പേരെഴുത്താവശ്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു സിറ്റിസൺഷിപ്പ് അത്യാവശ്യമുണ്ട്. നമ്മളൊക്കെ എഴുതുമ്പോൾ നമ്മുടെ സിറ്റിസൺഷിപ്പ് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇന്ത്യൻ സിറ്റിസൺ എന്നാണ് പറയുന്നത്.
ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സിറ്റിസൺഷിപ്പൊക്കെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രം വേണ്ട ഒന്നാണ്. എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ഈ ലോകത്തിനപ്പുറത്ത് എൻ്റെ തമ്പുരാനോടൊപ്പം ആയിരിക്കേണ്ട ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഈ തമ്പുരാനോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മളെ പേരെഴുതേണ്ടത് മറ്റെങ്ങുമല്ല, സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയിരിക്കണം. സ്വർഗത്തിൽ പേരെഴുതണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതും നമ്മൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും. പലതും വേണ്ട എന്ന് വെച്ചു എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ പേര് ചേർക്കപ്പെടുകയുള്ളൂ. പൗലോസ്ലീഹ തന്നെ പറയുന്നത് മറ്റൊന്നുമല്ലോ, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതി എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ലാഭമാണെന്ന് തോന്നുന്ന പലതും നമുക്ക് വേണ്ടാത്ത സാധനമാണ്, അത് ഉച്ഛിഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൊണ്ട് നടക്കുന്നത് നമുക്ക് ഇപ്പം ഈ ലോക ജീവിതത്തിൽ ലാഭകരമായിട്ടുള്ളതെല്ലാം നമ്മുടെ സ്വർഗീയ ജീവിതത്തിൽ വരുമ്പോൾ ഇതൊക്കെ ഉച്ഛിഷ്ടമാണ് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ച് വരുന്നത്, ഈ ധനികനായ മനുഷ്യൻ വളരെ വ്യസനത്തോടുകൂടി ദുഃഖത്തോടുകൂടി ഭവനത്തിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോഴാണ് ഈ സക്കേവോസിനുണ്ടായ മാനസാന്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സക്കേവോസിൻ്റെ ജീവിതത്തിൽ ഭവനത്തിലേക്ക് കടന്നു വന്ന തമ്പുരാൻ ഒന്നും ചോദിച്ചിട്ടില്ല. സക്കേവോസ്, നീ നേടിയെടുത്തതൊക്കെ, അധാർമികമായി നേടിയെടുത്ത സമ്പത്തൊക്കെ നീ ഒന്ന് വിട്ട് ദരിദ്രർക്ക് കൊടുക്കാനായിട്ട് ഈ തമ്പുരാൻ പറഞ്ഞില്ല. ഈ പറയാതെ തന്നെ അവൻ്റെ ഉള്ളു വായിച്ച് അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് തമ്പുരാൻ മാനസാന്തരത്തിൻ്റെ കൃപയൊഴുക്കിക്കൊടുത്ത് അവനെ നേടിയെടുക്കുകയാണ്. ഇവിടെയാണ് നഷ്ടപ്പെട്ടു പോയ ആളെ തേടിയെന്ന തമ്പുരാൻ നഷ്ടപ്പെട്ടു പോയതിനെ ചേർത്ത് വയ്ക്കുന്നത്. ഈ തമ്പുരാൻ്റെ ഏറ്റവും വലിയ സുവിശേഷമാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. ഈ തമ്പുരാൻ നമ്മളെ ഒരു കണക്ക് പഠിപ്പിക്കുന്നുണ്ട്. ആ കണക്ക് നമുക്കറിയാവുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടി 99 ആടിനെയും മരുഭൂമിയിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി ഇറങ്ങുന്ന തമ്പുരാൻ, ഈ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന നല്ലതുപോലെ അറിയാവുന്ന തമ്പുരാൻ. ഒന്നിനെ പോലും നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് ഈ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ തമ്പുരാൻ നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അനുനിമിഷം ഇറങ്ങുന്നുണ്ട്, അനുനിമിഷം കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തമ്പുരാൻ നമ്മളെ കൈവെടിയത്തില്ല. ഒരു വ്യക്തി 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ള 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പുറകെ പോകുന്ന തമ്പുരാനെ നമ്മൾക്കറിയാം. തമ്പുരാൻ നമ്മളൊരു വലിയ കണക്ക് പഠിപ്പിച്ചു. ആ കണക്ക് മറ്റൊന്നുമല്ല, 100 അല്ല വലുത്, 99 അല്ല വലുത്, 1 വലുത് എന്ന് പഠിപ്പിച്ചു. ഈ ഒന്നിൻ്റെ പുറകെ തേടിപ്പോവുകയാണ്. ഈ ഒന്നിൻ്റെ പുറകെ തേടിപ്പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് എന്ന് തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. നീതിമാന്മാർക്കല്ല, പാപികൾക്കാണ്, രോഗികൾക്കാണ് എന്നെക്കൊണ്ട് ആവശ്യമെന്ന് പറയുന്ന തമ്പുരാനാണ്. ഈ തമ്പുരാൻ തേടി വരികയാണ്, ഈ ഒന്നിനെ തേടി പോവുകയാണ്. ഈ ഒന്നിനെ തേടി പോകുമ്പോൾ അറിയാം, ഈ 99നെയും വിട്ടിട്ട് പോകുന്നത് മരുഭൂമിയിലാണ്. ഈ മരുഭൂമിയിൽ 99നും ഓരോ ആടിനും ബാക്കി 98ൻ്റെ സംരക്ഷണം ലഭിക്കുമെന്ന് അറിയാം. എന്നാൽ നഷ്ടപ്പെട്ടു പോയതിന് സംരക്ഷണം നൽകുവാൻ ഈ തേടിയിറങ്ങുന്ന ഈ തമ്പുരാനല്ലാതെ മറ്റാരുമില്ല എന്നോർക്കണം. ഇവിടെയാണ് പ്രിയമുള്ള ദൈവവിശ്വാസികളെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തമ്പുരാൻ ഒരിക്കലും വഴിയിലിട്ടിട്ട് പോകത്തില്ല. നമ്മളൊക്കെ വഴിയിലിട്ടിട്ട് പോയാലും ഈ തമ്പുരാൻ നമ്മളെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നവനാണ്. ഈ തമ്പുരാൻ നമ്മളെ വിട്ടുപോകുന്ന ഒരു തമ്പുരാനല്ല എന്നോർക്കണം. നമ്മൾ ഉദിതനായ ക്രിസ്തുവിനെ കണ്ടിട്ടും ശിഷ്യന്മാർ പലരും വിട്ടകന്ന് പോയപ്പോഴും ഈ തമ്പുരാൻ പുറകെ പോയവനാണെന്ന് ഓർക്കണം. പുറകെ പോയി തമ്പുരാൻ തേടിയെടുത്ത് കൊണ്ടുവന്ന് വീണ്ടും തമ്പുരാൻ്റെ വലയത്തിലേക്ക് ചേർത്ത് വെച്ചവനാണ് ഈ തമ്പുരാൻ എന്നോർക്കണം. ഞാനും നിങ്ങളുമൊക്കെ തമ്പുരാനെ കൈവിട്ട് പോകുമ്പോഴും ഈ തമ്പുരാൻ വേദനയോടെ നോക്കി നിൽക്കുന്നവനാണ്. ധൂർത്തപുത്രൻ വിട്ടുപോയപ്പോൾ വേദനയോടെ എന്നെങ്കിലും ഈ മകൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കണ്ണും നട്ട് നോക്കിയിരുന്നുകൊണ്ടാണ് ഈ മകൻ തിരിച്ചു വന്നപ്പോൾ ദൂരെ വെച്ച് തന്നെ ഈ മകനെ ഈ പിതാവ് കാണുന്നത്. നമുക്കറിയാമല്ലോ,
നോക്കിയിരിക്കുന്നവന് മാത്രമേ ദൂരെ വെച്ച് ഒരു വ്യക്തിയെ ദർശിക്കുവാനായിട്ടും വീക്ഷിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ തമ്പുരാൻ്റെ കരത്തിലേക്കാണ് പിടിക്കേണ്ടത്. ഈ തമ്പുരാൻ്റെ കരത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ബാക്കി ആരുടെയൊക്കെ കരം പിടിച്ചാലും ശരി, ഈ കൈകൾ കഴയ്ക്കുമ്പോൾ അവരൊക്കെ നമ്മളെയൊക്കെ വഴിയിലിട്ടിട്ട് പോകും. ഈ തമ്പുരാൻ ഒരിക്കലും നമ്മളെ വഴിയിലിടുന്നവനല്ല എന്നോർക്കണം. വഴിയിലിട്ട് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവനല്ല നമ്മുടെ ഈ തമ്പുരാൻ എന്നോർക്കണം. നമ്മൾ കൈവിടാതിരുന്നാൽ മാത്രം മതി. ഒരിക്കലും തമ്പുരാൻ നമ്മളെ കൈവിടത്തില്ല. നമ്മൾ തമ്പുരാൻ്റെ കൈവിട്ട് ദൂരേക്ക് പോകരുത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് സക്കേവോസിൻ്റെ കേസിൽ സംഭവിച്ചത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സക്കേവോസ് ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഈ തമ്പുരാനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ തമ്പുരാൻ അവൻ്റെ മനസ്സിലേക്ക് ഇറങ്ങുകയാണ്. അവൻ്റെ ഉള്ളറിയുന്നുണ്ട്, ഇവൻ ഇറങ്ങുകയാണ്. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവൻ്റെ മനസ്സിലേക്ക് ഇവന് വേണ്ട മാനസാന്തരം കൊടുക്കുകയാണ്. അപ്പം ലൂക്കാ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ വരുന്ന ധനികന് നേരെ വിപരീതമായാണ് സക്കേവോസിൻ്റെ ഇവിടെ പ്രവർത്തിക്കുക. ഈ സക്കേവോസിൻ്റെ ഹൃദയം യേശുവിലേക്കും ദരിദ്രരിലേക്കും പാപപരിഹാരത്തിലേക്കും തിരിയുകയാണ്. ഈ സന്നദ്ധത കൊണ്ടാണ് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് യേശു പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പ്രവർത്തനം വഴി ദൈവം തന്നെ നമ്മുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാൻ പറ്റണം, ഇന്ന് ഈ മകൻ്റെ ഭവനം രക്ഷ പ്രാപിച്ചു എന്ന് പറയുവാനായിട്ട് പറ്റണം. നമ്മുടെ പ്രവർത്തികളാണ് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടത്. പ്രവർത്തികൾ വഴിയാണ് രക്ഷ വരേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ പ്രവർത്തനം തമ്പുരാൻ്റെ ഹിതകരമാണോ അല്ലയോ എന്നുള്ളതാണ്. പ്രവർത്തനം തമ്പുരാന് ഹിതകരമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിൽക്കുന്നവനും നമ്മുടെ ഏത് പ്രതിയോഗി പോലും തമ്പുരാന് ഹിതകരമായ രീതിയിൽ ഞാൻ പ്രവർത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ എതിരാളികൾ പോലും നമ്മുടെ മിത്രമായിട്ട് മാറും എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ശത്രു മിത്രമായിട്ട് മാറും തമ്പുരാൻ നമ്മുടെ പക്ഷത്താണെങ്കിൽ. അതാണ് അവനെ ദൈവം നിൻ്റെ പക്ഷത്തെങ്കിൽ ആരെ നിനക്ക് എതിര് നിൽക്കാൻ സാധിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിയിറങ്ങുന്ന തമ്പുരാൻ ഈ നഷ്ടപ്പെട്ട ഒന്നിനെ പോലും നഷ്ടപ്പെടുത്തുവാനായിട്ട് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായെങ്കിൽ മാത്രമേ നേട്ടങ്ങളുണ്ടാകുകയുള്ളൂ. ഈ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ നേട്ടമായി കാണുന്നതൊക്കെ നേട്ടമല്ല. ആ നേട്ടമൊക്കെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കോട്ടമാണെങ്കിൽ ഒരു ഉപേക്ഷണം അവിടെ ആവശ്യമാണ് എന്നാണ് പറഞ്ഞു വെക്കുക. ഉപേക്ഷണം നടത്തണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അന്യായമായി എന്തെങ്കിലും ദൈവഹിതത്തിനെതിരായി എന്തെങ്കിലും നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊടുത്താൽ ദൈവം തമ്പുരാൻ ഇരുകരവും നീട്ടി എന്നെയും നിങ്ങളെയും സ്വീകരിച്ച് തൻ്റെ മാറോട് ചേർത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയ നേടിയെടുക്കുന്ന തമ്പുരാൻ നമ്മളെയും നേടിയെടുക്കും. അതിനുള്ള കൃപ, അതിനുള്ള ദൈവിക ചൈതന്യം എനിക്കും നിങ്ങൾക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ ആത്മീയ മിത്രങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.